ഹലോ ഗൈസ്, എല്ലാവർക്കും അന്നൂസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു പപ്പായ കൊണ്ട് ഒരു വട ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതിനായിട്ടൊരു ചെറിയ കുഞ്ഞ് പപ്പായ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അരിഞ്ഞ് തൊലിയൊക്കെ കളഞ്ഞ് നമുക്കത് ഇതിൽ ചിരകിയെടുക്കാം. ആ ചിരകിയെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചെടുത്തത്, പച്ചമുളക്, മല്ലിയില, വേപ്പില അതെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിന് 3 ടേബിൾ സ്പൂൺ കടലമാവും, 2 ടേബിൾ സ്പൂൺ മൈദയും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഇട്ടേക്കണത്. അതിന് ശേഷം നമ്മൾ കാശ്മീരി ചില്ലിയും മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും അതുപോലെ ഇത്തിരി സോഡാപ്പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇത്തിരി കായം പൊടിയും ചേർത്തിട്ടുണ്ട്, അത് കാണിച്ചില്ല. കായം പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് ഇങ്ങനെ ഇത്തിരി പൊട്ടിച്ച് ഇടുന്ന പോലത്തെ പരുവത്തിലായി കിട്ടണം. അങ്ങനെയാണ് അതിൻ്റെ പാകം. അപ്പോൾ അത് ഇട്ടതിന് ശേഷം നമുക്കത് ഒരു ഭാഗം നല്ലോണം ഇതാകുമ്പോൾ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കാം. അങ്ങനെ പപ്പായക്ക് എപ്പോഴും സുലഭമായി കിട്ടുന്നതാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ അത് നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ്. 4 മണി പലഹാരമായിട്ടൊക്കെ കഴിക്കാനായിട്ട് നല്ല സ്നാക്കാണ് കേട്ടോ. നല്ല മുരാന്നിരിക്കുന്ന ക്രിസ്പി ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടമായെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇഷ്ടമായ ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും മറക്കരുത്.